1990-കളിലെ ഒരു ഡിക്റ്റേറ്റീവ് റിഡിലാണ്. ഈ റിഡിലില് ഈ കഥ നടക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ്. അവിടെ ഒരാൾ റോഡിൽ ആത്മഹത്യ ചെയ്ത് കിടക്കുന്നു എന്ന് പോലീസിന് അറിഞ്ഞു. പോലീസ് അവിടേക്ക് ചെല്ലുമ്പോൾ പുള്ളി കമിഴ്ന്ന് കിടക്കുകയാണ്. പുള്ളിയുടെ കയ്യിൽ ഒരു തോക്ക് പിടിച്ചിട്ടുണ്ട്. പുള്ളി കിടക്കുന്നതിന്റെ വശത്തായിട്ട് പാനസോണിക്കിന്റെ പഴയ ഒരു ടേപ്പ് റെക്കോർഡർ ഇരിപ്പുണ്ട്. ഈ ടേപ്പ് റെക്കോർഡറിനുള്ളിൽ ഒരു കാസറ്റും ഉണ്ട്. പോലീസിലെ ഡിറ്റക്റ്റീവ് വന്നിട്ട് ഈ ടേപ്പ് റെക്കോർഡർ പരിശോധിച്ചു. പോലീസുകാർ അവരെ പരിസ്ഥിതിമൊക്കെ പരിശോധിച്ചിട്ട് പോലീസുകാര് ഇത് ഒരു ആത്മഹത്യയാണ് എന്ന് വിലയിരുത്തി. ഡിറ്റക്റ്റീവ് ഈ ടേപ്പ് റെക്കോർഡറിലെ പ്ലേ ബട്ടണിൽ ഓൺ ചെയ്തപ്പോൾ ഇതിൽ നിന്നൊരു വോയിസ് പുറത്തു വന്നു. എനിക്ക് ജീവിതം മടുത്തു, പുതിയതായിട്ടൊന്നും ഇനി ചെയ്യാനില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. ഫിഷ് എന്നൊരു വെടിശബ്ദം. ഒരാളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തീരുകയും തൊട്ടടുത്ത വെടിശബ്ദം കേൾക്കുന്നതാണ് ആ ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡായിരിക്കുന്നത്. ഈ ഡിറ്റക്റ്റീവ് അത് വീണ്ടും 2-3 പ്രാവശ്യമൊക്കെ റിവൈൻഡ് ചെയ്ത് കേട്ടു. പോലീസുകാരെ ഇത് ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ച് പറയുകയും ഡിറ്റക്റ്റീവ് അല്ല, ഇത് കൊലപാതകമാണെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ഡിറ്റക്റ്റീവ് ഇത് കൊലപാതകമാണെന്ന് ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം അറിയാവുന്നവർ എഴുതിക്കോളൂ, അറിഞ്ഞുകൂടാത്തവർക്കും എഴുതി കഴിഞ്ഞവർക്കും വേണ്ടി ഉത്തരം പറയാം. ഈ ടേപ്പ് റെക്കോർഡറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റീവൈൻഡ് ചെയ്ത് ആദ്യം എത്തിച്ചാൽ മാത്രമേ ആ സാധനം കേൾക്കാൻ പറ്റൂ, ആദ്യം മുതൽ കേൾക്കാൻ പറ്റൂ. ഇന്നത്തെ ഫോൺ പോലെയല്ല, ഒരു ഫയൽ ഓൺ ചെയ്ത് നമ്മൾ പ്ലേ ചെയ്ത് മുഴുവനായാൽ വീണ്ടും അത് തുടക്കത്തിലേക്ക് വന്നു നിൽക്കും. ടേപ്പ് റെക്കോർഡർ അങ്ങനെയല്ല. ഈ ഡിറ്റക്റ്റീവിന്റെ ഫൈൻഡിങ് എന്താണെന്ന് വെച്ചാൽ, ഈ ആത്മഹത്യ ചെയ്യുന്ന ആള് ടേപ്പ് റെക്കോർഡർ റെക്കോർഡിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പുള്ളി വെടിവെച്ചാൽ അപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടാവും. പിന്നെ ആരാണ് ഈ ടേപ്പ് റെക്കോർഡർ റീവൈൻഡ് ചെയ്ത് ആദ്യമേ കേൾക്കുന്ന വിധത്തിൽ വെച്ചത് എന്നുള്ളതാണ് ഡിറ്റക്റ്റീവിന്റെ ചോദ്യം. അതിലെ പോലീസുകാരുടെ ഉത്തരം മുട്ടി. അപ്പോൾ ഇയാൾ ആത്മഹത്യ ചെയ്തതല്ല, അയാളെ ആരോ കൊലപ്പെടുത്തിയതാണെന്ന് അവർ ഉറപ്പിച്ചു.